രാജാവായിരുന്ന വിഷ്ണുവർദ്ധനനാണ് വേലൂരിൽ ചെന്നകേശവ ക്ഷേത്രവും പാലേഗുരുവിലെ ഹൊയ്സാലേശ്വര ക്ഷേത്രവും നിർമ്മിച്ചത്. സോമനാഥപുരിയിലെ കേശവ ക്ഷേത്രവും നരസിംഹ മൂന്നാമന്റെ കാലത്ത് പൂർത്തിയായി. ശില്പങ്ങളുടെ സൂക്ഷ്മ സൗന്ദര്യത്തിൽ ഹൊയ്സാല ക്ഷേത്രങ്ങളിലെല്ലാം ലോകത്തെ മറ്റു ശില്പങ്ങൾ ഇല്ലെന്നാണ് പറയപ്പെടുന്നത്. സോപ്പ് സ്റ്റോൺ എന്ന് വിളിക്കപ്പെടുന്ന ഗ്രാനൈറ്റ് പോലെയുള്ള കല്ലുകൾ കൊണ്ടാണ് ക്ഷേത്രങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. ഹൊയ്സാലേശ്വരൻ, ശാന്തലേശ്വരൻ എന്നിങ്ങനെ നാമകരണം ചെയ്തിരിക്കുന്ന ശിവലിംഗ പ്രതിഷ്ഠകൾ ശിവന്റെ പുരുഷ ശ്രവണ പാദങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു. ചെന്നകേശവൻ എന്നാൽ വിഷ്ണുരൂപമാകുന്നു. രണ്ട് ക്ഷേത്രങ്ങൾ ശില്പഭംഗിയാൽ അതിവിശിഷ്ടങ്ങളാണ്. ഹൊയ്സാലേശ്വര ക്ഷേത്രത്തിലെ ശില്പങ്ങളുടെ വലിയ പങ്കും രാമായണത്തിൻ്റെയും ഭാരതത്തിൻ്റെയും മഹാഭാരതത്തിൻ്റെയും ദൃശ്യാവിഷ്കരണങ്ങളാണ്. ആയിരക്കണക്കിന് ശില്പങ്ങളാണ് പലതട്ടുകളായി കൊത്തിവെച്ചിരിക്കുന്നത്. ശില്പങ്ങൾ കൊത്തിയത് അക്കാലത്തെ പ്രസിദ്ധി കാളിദാസി ആണെന്നാണ് പറയപ്പെടുന്നത്. ശിലാലിഖിതത്തിൽ നിന്ന് വ്യക്തമാണ് ഹൊയ്സാലേശ്വര ക്ഷേത്രത്തിന് സമീപമായി ഹൊയ്സാല ശില്പങ്ങൾ പ്രദർശിപ്പിച്ച് വിശാലമായ മ്യൂസിയവുമുണ്ട്. ക്ഷേത്ര ചുമരുകളിൽ ഉണ്ടായിരുന്ന കൊത്തുപണികളും ചരിത്രപ്രാധാന്യമുള്ള ശിലാലിഖിതങ്ങളുമെല്ലാം ഇവിടെയുണ്ട്. പുറമെ നൃത്തം ചെയ്യുന്ന ഗണപതി, പേലേന്ത്യ സരസ്വതി, നടരാജ നൃത്തം തുടങ്ങിയ അനേകം ശില്പങ്ങളും പ്രദർശിപ്പിച്ചിരിക്കുന്നു. മരത്തിലും ചെമ്പിലും നിർമ്മിച്ച ജൈൻ തീർത്ഥങ്കരന്മാരുടെ പ്രതിമകളും കൂട്ടത്തിലുണ്ട്. മുകളിൽ നിന്ന് നോക്കിയാൽ നക്ഷത്രാകൃതി തോന്നിക്കുന്ന രീതിയിലാണ് ചെന്നകേശവന്റെ ശ്രീകോവിൽ നിർമ്മിച്ചിരിക്കുന്നത്. ഹൊയ്സാല ക്ഷേത്രങ്ങൾ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്നാണ് കർണാടകയിലെ